സാറേ, ഇപ്പോൾ PM ശ്രീയാണ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ CPIയുടെ വലിയ വിഷയം, CPIക്കാണ് ഏറ്റവും വലിയ വിഷയം. മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ കോലാഹലങ്ങൾ ഇതാ CPI വിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NEPയുടെ ഭാഗമായ PM ശ്രീ ഒപ്പുവെച്ചാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴും, കേരളം തന്നെ മൊത്തം സംഘപരിവാറിന് പണയപ്പെടുത്തിയതുപോലെ ആകും എന്നൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPI ആണ് അതിൻ്റെ ഒരു കൊടിയും പിടിച്ച് കോലാഹലം കൂട്ടുന്നത്. CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊക്കെയാണ് ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും തൽക്കാലം തീർപ്പാക്കിയിരിക്കുന്നു, മുഖ്യമന്ത്രി CPIക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കേൾക്കുന്ന ഒരു കൗതുകം നിറഞ്ഞ കാര്യം, ഈ PM ശ്രീയുടെ ഫണ്ട് അല്ലെങ്കിൽ PM ശ്രീയുടെ പദ്ധതി കേരളത്തിൽ ആദ്യം അംഗീകരിച്ചത് CPM-നേക്കാൾ മുമ്പേ CPI ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? അതിലൊരു വാസ്തവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാല കൃഷി വകുപ്പിന്റെ കീഴിലാണ്. കൃഷി വകുപ്പിന്റെ മന്ത്രി P. പ്രസാദാണ്. ഇല്ലേ, ജൈവ കൃഷിക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം ആണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി ചെറുവയൽ രാമൻ, പത്മശ്രീ കിട്ടിയ ആളാണല്ലോ ചെറുവയൽ രാമൻ, 52 ഇനം നെൽ വിത്തുകൾ, അതിന്റെ സംരക്ഷകനും കാവലാളും ഒക്കെയാണ് ചെറുവയൽ രാമനെ പോലുള്ള ആളുകളെയൊക്കെ അംഗീകരിക്കുന്നതും പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതും ഈ സർക്കാർ വന്ന ശേഷം മാത്രമാണ്. നല്ല കാര്യം. അതെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ആയിട്ട് 1 കൊല്ലത്തേക്ക് നിയമിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചത് P. പ്രസാദ് എന്ന് പറഞ്ഞ പ്രോ ചാൻസലർ ആണ്, ആ മന്ത്രി കാർഷിക സർവകലാശാലയിലെ. അപ്പൊ ചെറുവയൽ രാമന് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു നിയമനം നടന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഒരു സർവകലാശാലയിൽ നിന്ന് കൃഷി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോകിന് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമൊന്നും ഇല്ല എന്നറിയാമല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ ബി അശോക് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ആളെ വെക്കുന്നത്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വെക്കുന്നത് ആദ്യമായിട്ടായിരിക്കും, ഇതൊരു പുതിയ സംരംഭമാണെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. നമ്മുടെ പാരമ്പര്യ വിജ്ഞാനത്തിന് വലിയൊരു അംഗീകാരമാണ്. അപ്പം 34ാമത്തെ സ്ഥാപക ദിനം കാർഷിക സർവകലാശാലയുടെ, ആ സ്ഥാപക ദിനത്തിലാണ് ഈ നിയമനം ഉണ്ടായത്. 2023 തന്നെ ചെറുവയൽ രാമനെ പത്മശ്രീ പുരസ്കാരം നൽകി മോദി സർക്കാർ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു, ഈ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ആയിട്ട് നിയമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നുള്ളത് സർക്കാരിന് അറിയാമായിരിക്കും. അപ്പോൾ ഈ ഓണറേറിയം കിട്ടുമല്ലോ, ആ ഓണറേറിയം ഫിക്സ് ചെയ്യുന്നതൊക്കെ സർക്കാർ തന്നെയാണ്, മന്ത്രിയും വകുപ്പും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് 5ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ പകരും. അപ്പോൾ ആ സാമ്പത്തിക ഞെരുക്കം ഈ ഓണറേറിയം പരിഹരിക്കും എന്നൊക്കെ അദ്ദേഹം ഇത് കേട്ടപ്പോൾ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, യുവാക്കളെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, പരമ്പരാഗത കർഷക കുടുംബങ്ങൾ തന്നെ ഇതിൽ നിന്ന് മാറിപ്പോവുകയാണ്, കാരണം ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ഇതിൽ തുടരുന്ന മുത്തച്ഛനെയോ അച്ഛനെയോ ഒക്കെ സഹായിക്കാനായിട്ട് ചില യുവാക്കൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. 73 വയസ്സൊക്കെ ആയിന്ന് തോന്നുന്നു ചെറുവയൽ രാമന്. അപ്പോൾ വൈസ് ചാൻസലറായിരുന്ന B. അശോക് ആയിരിക്കണം മിക്കവാറും ഇങ്ങനെ ഒരു ആശയം വെച്ചതൊക്കെ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗോത്രവർഗത്തിൽ നിന്ന് ആദ്യമായി ഒരാളൊരു സർവകലാശാലയിൽ ഇങ്ങനെ വരികയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 1 വർഷത്തേക്കാണ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാലത്ത് കേരള കൗമുദിയുടെ ഒരു മുഖപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക ഞെരുക്കത്തിനൊക്കെ പറ്റി. ഇതൊക്കെ അതെ, അതും അശോക് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ അമ്പലവയൽ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ, അവിടെ ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹം ലെക്ചററായിട്ട് ചെല്ലുന്നുണ്ട്. സർവകലാശാലയിൽ വരുന്നതാണെങ്കിലും ആ റിസർച്ച് സ്റ്റേഷനിൽ അദ്ദേഹം പോയി വിദ്യാർത്ഥികൾക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ചെറുവയൽ രാമൻ സ്വന്തമായിട്ട് ഒരു കൃഷിയിടം ഉണ്ട് അദ്ദേഹത്തിന് മാനന്തവാടി കമ്മനയിൽ. അമ്മാവൻ 40
ഏക്കർ പാടം അമ്മാവനുണ്ടായിരുന്നു. അവിടെ മറ്റേ 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പാടത്ത് പണിക്കിറങ്ങിയതാണ് ഇത്. പക്ഷെ 1960കളിൽ 1969ലാണ് ഇത് ഗൗരവത്തോടുകൂടി കൃഷി എടുത്തത് എന്നൊക്കെ രാമൻ പറയുന്നുണ്ട്. 150 വർഷം പഴക്കമുള്ള വീടാണ് എന്ന് പറയുന്നുണ്ട്. നെല്ലച്ചൻ എന്നാണിപ്പോൾ അറിയപ്പെടുന്നത് രാമൻ. ഇത് സങ്കരവിത്ത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം കുറിച്യ സമുദായത്തിലെ പഴശ്ശിരാജയുടെ ഒക്കെ കൂടെ ഉണ്ടാവില്ലേ, അതിൽപ്പെട്ട ആളാണ്. ചെളിമണ്ണും വൈക്കോലും ചൂരലും കൊണ്ടുള്ള വീടാണ് രാമന്റെ. അപ്പൊ ഈട്ടിയും മുളയും ആണ് മേൽക്കൂരയ്ക്ക്. പ്രകൃതി ക്ഷോഭത്തിലും ഇത് നിൽക്കും എന്നാണ് രാമൻ പറയുന്നത്. കല്ലൻ മുള വെട്ടിയിട്ട് 1 മാസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് തീയിൽ തൊട്ടെടുത്തു കഴിഞ്ഞാൽ ഇത് ഇരുമ്പ് പോലെ ഇരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് 500 വർഷമൊക്കെ മിനിമം ഇരിക്കും. വേനലിൽ ചൂടും ഉണ്ടാവില്ല വീടിന്. അപ്പോൾ 10 വയസ്സ് മുതൽ കാർഷിക രംഗത്ത് അദ്ദേഹം ഉണ്ട്. ഓരോ വിളവെടുപ്പും നടക്കുമ്പോൾ അതിൽ നിന്നുള്ള വിത്തുകൾ സൂക്ഷിച്ചിട്ടാണ് പിന്നെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എടുക്കുമ്പോൾ ഇതല്ലേ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് CPI അംഗീകരിച്ചിട്ടല്ലേ ചെറുവയൽ രാമന് ഈ പദവി നിയമനം കൊടുത്തത്? അങ്ങനെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. ഇതിൽ അത് അംഗീകരിക്കാൻ യാതൊരു മടിയും ഇല്ലെങ്കിൽ ഇപ്പോൾ സാറിനറിയാം, ഇപ്പോൾ ഈ യുവകലാസാഹിതി CPIയുടെ കൂടെ നിൽക്കുന്ന സാംസ്കാരിക സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് MM സജീന്ദ്രൻ. സജീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. ഈ NEPയുടെ താളുകൾ സൂക്ഷ്മമായി വായിച്ചു നോക്കുന്ന ഒരാൾക്കും തന്നെ അത് രാജ്യവിരുദ്ധമായ ഒരു വരി പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി പിന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്, BJP നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം അത് എന്തായാലും സംഘപരിവാറിൻ്റെതായിരിക്കും, അത് ന്യൂനപക്ഷ വിരുദ്ധമായിരിക്കും, രാജ്യവിരുദ്ധമായിരിക്കും എന്നങ്ങനെ കണക്കൂട്ടുകയാണ്. ഇതല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു തമാശ ആലോചിച്ച് നോക്കൂ സാർ. ഇപ്പോൾ ഈ PM ശ്രീ പാടില്ല, NEP പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. NEP സ്കൂൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ലല്ലോ, പ്രീ പ്രൈമറി തൊട്ട് നമ്മുടെ റിസർച്ച് വരെയുള്ള മുഴുവൻ മേഖലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ ബാധകമാണല്ലോ. PM ശ്രീ പദ്ധതി പ്രകാരം നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഇതിൻ്റെ ഫണ്ട് വാങ്ങി തുടങ്ങിയിട്ട് ഇത്ര കാലമായി? 2022-21 ഇത് വന്നത്. PM ഉഷ പദ്ധതി, ആ പദ്ധതി പ്രകാരമല്ലേ നമ്മുടെ കോളേജുകളൊക്കെ ഈ പരിഷ്കാരങ്ങൾ 450 കോടി മേടിച്ചില്ലേ? 2 സംഗതികൾ, 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ഈ NEP പ്രകാരം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നത്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും. ഒന്ന്, ഈ ക്രെഡിറ്റ് സമ്പ്രദായം പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. ക്രെഡിറ്റ് സമ്പ്രദായം വന്നു. ആ ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് കോളേജുകൾ മാറിയിട്ട് 2022 തൊട്ട് മാറി. ഒരു മാറ്റം. 4 വർഷത്തെ കോഴ്സ്, അത് രണ്ടാമത്തെ കാര്യം. FI 4 ഇയർ UG എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് 4 കൊല്ലമാക്കി. അത് 23 തൊട്ട് വന്നു. ഈ 2 സ്കീമും PM ശ്രീയാണ്, അല്ലെങ്കിൽ NEP ആണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഫണ്ട് വാങ്ങിച്ചത്. ഇപ്പോൾ എത്ര കോടി ഏറ്റവും ഒടുവിൽ വാങ്ങി എന്ന് പറയുന്നത്? 450 കോടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ NEP അംഗീകരിച്ചുകൊണ്ട് ഫണ്ട് വാങ്ങി. ഇതുവരെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും NEPക്കെതിരായ ഒരു പ്രമേയം പോലും പാസ്സാക്കിയിട്ടില്ല. ഒന്ന്. എന്നാൽ ഇനിയിപ്പോൾ PM ശ്രീ എടുത്തോളൂ. PM ശ്രീ എന്നാ തുടങ്ങിയത്? PM ശ്രീയും ഇതേ കാലത്ത് ആലോചന തുടങ്ങി. 2024 ഇക്കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 23 കേരളത്തിലെ ഗവൺമെൻറ് സെക്രട്ടറി റാണി ജോർജ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കത്ത് പുറത്തു വന്നല്ലോ. നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് ആ കത്ത്. ആ കത്തിൽ പറയുന്നത് എന്താ? ഞങ്ങളെല്ലാം സെറ്റാണ്, ഞങ്ങൾ PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനുവേണ്ടിയുള്ളൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത്. അപ്പോൾ 2024 ഫെബ്രുവരി മാസത്തിൽ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം. എന്താ ഈ CPI മന്ത്രിമാർ ഇതുവരെ അറിഞ്ഞില്ല എന്നാണോ? അപ്പോൾ ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇപ്പോഴത്തെ ഗിമ്മിക്ക് എന്താണെന്നറിയോ സാർ? ഇവിടെ ഈ SSAയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തതിൻ്റെ കൃത്യമായ കണക്ക് അവിടെ ബോധിപ്പിക്കാത്തതുകൊണ്ട് ആ ഫണ്ട് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി NEPയുമായി ബന്ധപ്പെട്ട മുഴുവൻ സമ്മതപത്രവും രേഖകളും അവിടെ കൃത്യമായിട്ട് എത്തിയിട്ടുമില്ല. ആ പ്രൊസീജിയർ പൂർത്തിയാക്കിയാലേ ബാക്കി ഫണ്ട് അലോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ ഇവർ എന്നോ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ കാർഷിക സർവകലാശാല തൊട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇത് നടപ്പാക്കി കഴിഞ്ഞു.
4 വർഷ ബിരുദ കോഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാം വർഷം മറ്റോ ആയി കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ശിവൻകുട്ടി ഇതൊരു തന്ത്രമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പറയുന്നത് തട്ടിപ്പല്ലേ, കണ്ണിൽ പൊടിയിടാനല്ലേ വോട്ടർമാരുടെ ഒക്കെ. കാരണം കേന്ദ്രത്തിന് ഒരു കത്തയക്കാനാണല്ലോ തീരുമാനം. കത്തിന്റെ ഡ്രാഫ്റ്റ് മറ്റേ ദൊരൈസ്വാമി ഡി രാജയെ വായിക്കാനായിട്ട് അയച്ചു കൊടുക്കുന്നു. പിന്നെ ഇവിടെ മലയാളത്തിലുള്ള കത്ത് ഇത് ബിനോയ് വിശ്വത്തിന് കാണിക്കുന്നു. PM ശ്രീ ഒപ്പിടുമ്പോൾ ആ MOUയിലെ അവസാനത്തെ പാരഗ്രാഫിന്റെ മുകളിലുള്ള പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ നിന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തീരുമാനിച്ചത് ഇവരുടെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ അവർ ജയിച്ചു എന്ന് വരുത്താനോ തൽക്കാലം മാനം കാക്കാനോ വേണ്ടി പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, കേന്ദ്രത്തിന് കത്തയക്കല്ലേ, അയച്ചേക്കാം. കത്ത് പോയതുപോലെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ കത്ത് പോയ വഴി കാണാതിരിക്കുകയോ ചെയ്യും. അല്ലാതെ PMYക്കോ PM ശ്രീക്കോ NEPക്കോ എന്തെങ്കിലും മാറ്റം വരും? ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഗുണം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട് സർ. കണ്ണൂർ ജില്ല കേരളത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ നടുക്ക് ആണ് മാഹി ഉള്ളത്. മാഹി കേന്ദ്രഭരണ പ്രദേശമാണ്, അറിയാലോ, പോണ്ടിച്ചേരി. മാഹിയിലെ സ്കൂളുകൾക്ക് PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂൾ ഉണ്ട് മാഹിയിൽ. ഉസ്മാൻ ഹൈസ്കൂൾ പഴയൊരു കാരണവരുണ്ടാക്കിയ സ്കൂളാണ്. മാഹിയിലായതുകൊണ്ട് അവിടെ PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂൾ ഉണ്ട്. PM ശ്രീയാണ് പദ്ധതി. ലക്ഷക്കണക്കിന് രൂപ ആ സ്കൂളിലേക്ക് വരുന്നത് നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ തൊട്ടിപ്പുറത്തെ പാനൂർക്കാരും തലശ്ശേരിക്കാരും ഒക്കെ മാഹിയിൽ ചെന്നിട്ട് PM ശ്രീ സ്കൂൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് എത്ര കൊല്ലം മുമ്പ് വാങ്ങാമായിരുന്നു? ഈ POK ഇല്ലേ, പാക് അധിനിവേശ കശ്മീർ, അവിടെ നിന്ന് കൊതിയോടുകൂടി നമ്മുടെ കശ്മീരിനെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർക്കാര്. അപ്പുറത്തും ഇപ്പുറത്തും കണ്ണൂരാണ്, അറിയാലോ. വടകര കഴിഞ്ഞാൽ പോലെ എത്രയോ കണ്ടതല്ലേ. അപ്പോ ഇതാണ് സ്ഥിതി. അപ്പൊ പോണ്ടിച്ചേരിക്കാർ വാങ്ങി അതിന്റെ മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ല, CPI വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ത്രിസഭയിൽ ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ മുഴുവൻ ഇത് അംഗീകരിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് ഇല്ലേ, രാഷ്ട്രീയ കാരണങ്ങളാൽ തെലങ്കാന എല്ലാവരും ഒപ്പിട്ടല്ലേ. 3 സ്റ്റേറ്റുകളാണ് ഇപ്പോൾ ഒപ്പിടാത്തത്. അത് തീർത്തും രാഷ്ട്രീയ കാരണങ്ങളാണ്. ഇനി അതേ സമയത്ത് മറ്റ് 2, ഒന്ന് ബംഗാളാണ്, ഒന്ന് നമ്മുടെ തമിഴ്നാടാണ്. തമിഴ്നാട് കേസ് കൊടുത്തു, പക്ഷെ ഇത് ഒപ്പിട്ടു. ഒപ്പിട്ട് കൊടുത്തു, കേസിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ ഫണ്ടിന് വേണ്ടി കേസ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ സർ, തമിഴ്നാടും ബംഗാളുമാണോ കേരളം? നമ്മൾ എത്ര ദരിദ്രമാണ്. 2 കാര്യത്തിൽ വിദ്യാഭ്യാസപരമായി നമ്മൾ മുൻപന്തിയിലുമാണ്, സാമ്പത്തികമായി നമ്മൾ പിന്നണിയിലുമാണ്. അല്ല, ആകെ മാഷ് ഇതിൻ്റെ അകത്ത് സത്യം പഠിപ്പിക്കണം എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് സാവർക്കറെ പറ്റി, അയാൾ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ. പക്ഷെ ഷൂ നക്കിയത് കാലാപാനിയിലെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. സാവർക്കർക്ക് ഈ ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. അതെ, അതെല്ലാം വേറൊരു സൗകര്യം കൂടി ഉണ്ട് സർ. ഇപ്പോഴത്തെ ഈ ക്രെഡിറ്റ് സമ്പ്രദായ പ്രകാരം ടെക്സ്റ്റ് ബുക്ക് ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പരീക്ഷ എഴുതണമെന്ന് പറയുന്നില്ല. കുട്ടികളോട് ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടേതായ നിലയിൽ റെഫർ ചെയ്തിട്ട് കണ്ടെത്തി കൊണ്ടുവരണം. സ്വന്തമായി ടെക്സ്റ്റ് ബുക്കിലുള്ളതിനല്ല ക്രെഡിറ്റ് കൂടുക, സ്വന്തമായി കണ്ടെത്തി കൊണ്ടുവരുന്നതിനാ. അവരിപ്പോൾ VD സവർക്കർ അടിച്ചു നോക്കിയാൽ അവർക്ക് എവിടെയൊക്കെയാണോ കിട്ടുന്നതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതും ഉണ്ടാവും, പുറത്തുള്ളതും ഉണ്ടാവും. ഇനി അവർക്ക് എന്തെങ്കിലും വിയോജിപ്പ്, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സവർക്കർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഗാന്ധിയെ കൊന്ന ഗോഡ്സെ RSSകാരനാണെന്ന്. അല്ലല്ലോ മാഷെ എന്ന് പറയും. അപ്പൊ അതിനല്ലേ ക്രെഡിറ്റ് കിട്ടുക? അതിനാണ് ക്രെഡിറ്റ് കിട്ടുക. അങ്ങനെ സ്വന്തമായി കണ്ടെത്തി പഠിക്കാൻ, ടീച്ച് ദ പീപ്പിൾ ഹൗ ടു ലേൺ. അതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. എങ്ങനെ പഠിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ക്യാപ്സ്യൂളായിട്ട് സ്പൂൺ ഫീഡിങ് അല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തിനെ പേടിക്കണത്? സവർക്കറെ കുറിച്ച് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ സവർക്കറെ കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ രേഖകൾ മുഴുവൻ കുട്ടികൾ കൊണ്ടുവരും. എല്ലാം പഠിക്കട്ടെ, എന്നിട്ട് ആ കുട്ടികളുടെ ബോധ്യത്തെ, അതല്ല ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടതൊക്കെ പ്രപഞ്ചസാരം മുഴുവൻ ഞാൻ നിനക്ക് ഇതാ പഠിപ്പിച്ചു തന്നിരിക്കുന്നു അർജുന. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ നീ വിലയിരുത്തിയിട്ട് നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് അനുഷ്ഠിച്ചാൽ മതി എന്നല്ലേ ഭഗവത്ഗീത. അതല്ലേ ഭാരതീയ സംസ്കാരം. അങ്ങനെ ഒരു നാട്ടിൽ എന്തിനാ അവർ ഭയപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇപ്പൊ ഈ കോലാഹലം വെറുതെയാണ്. ഒരു കത്തയച്ചത് കൊണ്ട് ഞങ്ങൾ കേമന്മാരായി, CPMനെ ഞങ്ങൾ വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ ഏതാണ്ട് ചാനലുകളെ മറ്റേ കീഴടങ്ങി, പഴങ്ങി, ഒന്നും സംഭവിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇതൊക്കെ അറിയാം എന്താ സംഭവിക്കുക. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത്രയൊക്കെ സംഭവിക്കുക. ഒരു കത്ത് എഴുതാന്ന് പറഞ്ഞു, ആ കത്ത് അവിടെ കൊട്ടയിൽ ഇട്ടോളും. തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ. അത് അത്രേ സംഭവിക്കാം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.